ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ക്ഷമയാൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 21 അധ്യായം 19 വാക്യം. നിങ്ങളുടെ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ജ്ഞാനിയായ ശലോമോൻ നിങ്ങളുടെ ഹൃദയത്തെ എല്ലാ ഉത്സാഹത്തോടെയും സൂക്ഷിക്കാൻ ഉപദേശിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിന്നെ ഏൽപ്പിച്ച ആ നല്ല കാര്യം ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കാത്തുകൊള്ളണമേ എന്ന്. ഇത് 2 തീമോഥെയോസ് 1 അധ്യായം 14 വാക്യത്തിൽ കാണാൻ കഴിയും. അവൻ ഉപദേശിക്കുകയും പറയുകയും ചെയ്തു, നിങ്ങളെ തന്നെ ശുദ്ധമായിരിക്കുക എന്ന്. ഇത് 1 തീമോഥെയോസ് 5 അധ്യായം 22 വാക്യത്തിൽ കാണാൻ കഴിയും. തിരുവള്ളുവർ രചിച്ച ഒരു തമിഴ് ഈരടിയുണ്ട്. നിങ്ങളും നിങ്ങളുടെ പവിത്രതയും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത് എന്ന്. ലൗകികരായ ആളുകൾ ധാരാളം ഉപദേശങ്ങൾ നൽകുന്നു. വൈകുന്നേരം പുറത്തിറങ്ങുമ്പോൾ ആഭരണം ധരിക്കരുത് എന്നിങ്ങനെയുള്ള പല ഉപദേശങ്ങളും നാം കേൾക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നതായി തോന്നുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനുമായി ഇതുപോലെയാകരുത്. അവസാനം നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. ഏറെ കഷ്ടപ്പെട്ട് കിട്ടിയ ഈ ജോലിയിൽ എങ്ങനെയെങ്കിലും ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ കുടുംബത്തിലെ ഐക്യം, ഹൃദയത്തിന്റെ ഏകത്വം, നിങ്ങളുടെ വിശുദ്ധി എന്നിവ സംരക്ഷിക്കുക. തിരുക്കുറലിൽ നിന്ന് മറ്റൊരു ഈരടിയുണ്ട്. മറ്റൊന്നും കാക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം എന്ന്. എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കാൻ തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ അതിൻ്റെ എല്ലാ പാപങ്ങളും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകണം. ആത്മാവിന് പാപപരിഹാരം നൽകുന്നത് രക്തമാണെന്ന്. ഇത് ലേവ്യ പുസ്തകം 17 അധ്യായം 11 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. രക്തം ചൊരിയാതെ പാപമോചനമില്ല. പാപത്തിന്റെ പിടിയിൽ നിന്ന് ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് ആ കർത്താവായ യേശു കാൽവറിയിലെ ക്രൂശിൽ പാപയാഗമായി മാറിയത്. അറിവില്ലാത്തത് ആത്മാവിന് നല്ലതല്ല എന്ന് സദൃശ്യവാക്യങ്ങൾ 19 അധ്യായം 2 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. തലച്ചോറിനെ കുറിച്ചുള്ള അറിവ് അഭിമാനത്തിന് കാരണമാകാം. എന്നാൽ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഒരുവനെ തിരുവെഴുത്തുകളുടെ ഉപദേശം കേൾക്കാനും അതിൽ നിലകൊള്ളാനും പ്രേരിപ്പിക്കുന്നു. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും എന്ന് യെഹെസ്കേൽ 18 അധ്യായം 20 വാക്യത്തിലും, സ്ത്രീയുമായി വ്യഭിചാരം ചെയ്യുന്നവന് ബുദ്ധിയില്ല, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 6 അധ്യായം 32 വാക്യത്തിലും കാണാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ പെരുമാറ്റവും വസ്ത്രധാരണവും പ്രവൃത്തികളും കർത്താവിന് പ്രസാദകരമാകട്ടെ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധിയിൽ സംരക്ഷിക്കുക. പാപം ചെയ്യരുത്. മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കും വിധത്തിൽ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളും പ്രധാനമാണ് നിങ്ങളുടെ ആത്മാവ്. ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ മുറുകെ പിടിക്കും. നിങ്ങളുടെ ആത്മാവിൽ വിശുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ, മഹത്വത്തിന്റെ രാജ്യത്തിൽ സന്തോഷത്തോടെ ചേരുവാനിടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 11 അധ്യായം 29 വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 1 രാജാക്കന്മാർ 8-9 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 21 അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.